നമസ്കാരം. അങ്ങനെ ഒടുവിൽ നെതന്യാഹു സമ്മതിച്ചു സെപ്റ്റംബർ മാസത്തിൽ ലെബനനിൽ പേജർ സ്ഫോടനം നടത്തിയത് തങ്ങൾ തന്നെയാണ് എന്ന്. ഇസ്രായേലിലെ മന്ത്രിസഭാ യോഗത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 40ഓളം പേർ കൊല്ലപ്പെടുകയും 3000-ലേറെ പേർ പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഹിസ്ബുള്ളയുടെ അടിവേര് തകർക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ ഈ സംഭവം നടന്ന് ഇത്രയും നാളായിട്ടും ഇസ്രായേൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാലും എല്ലാവർക്കും അറിയാമായിരുന്നു, ലോകത്തിന് തന്നെ അറിയാമായിരുന്നു, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്. അങ്ങനെയാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തൻ്റെ മന്ത്രിസഭാ അംഗങ്ങളോട് നെതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പക്ഷേ നെതന്യാഹു മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തൻ്റെ മന്ത്രിസഭയിലും അതല്ലെങ്കിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരിലും പലരും ഈ ഒരു നീക്കത്തെ എതിർത്തിരുന്നു എന്ന്. അന്ന് എതിർത്ത ഒരാളാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോയത് എന്നും നെതന്യാഹു ഒന്ന് സൂചിപ്പിച്ചു. അത് മറ്റാരുമല്ല, 2-3 ദിവസം മുമ്പ് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റിനെയാണ് നെതന്യാഹു ഉദ്ദേശിച്ചതെന്ന് ഉറപ്പാണ്. അങ്ങനെ എല്ലാവരുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് താൻ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുത്തത് എന്നാണ് ഇപ്പോൾ നെതന്യാഹു തൻ്റെ മന്ത്രിസഭാ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യപ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ വക്താവായ ഒമർ ദോസ്ത്രി തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. തീർന്നില്ല, ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ വധിച്ചതും തൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നെതന്യാഹു സമ്മതിച്ചു. പ്രതിരോധ വിഭാഗത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും രാജ്യത്തെ മറ്റു പല രാഷ്ട്രീയ നേതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് താൻ ഈ 2 തീരുമാനം എടുത്തതെന്ന് നെതന്യാഹു പറഞ്ഞതായിട്ടാണ് പ്രമുഖ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 30 മിനിറ്റിനിടെ ലെബനനിലെ വിവിധ ഭാഗങ്ങളിലായി പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം ആ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു. നിരവധി ഹിസ്ബുള്ള നേതാക്കൾ മരിച്ചതിനൊപ്പം പലർക്കും ഗുരുതരമായ പരിക്കേൽക്കാനും ഈ സ്ഫോടനം കാരണമായി. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ലെബനനിലെ ഇറാൻ അംബാസഡർ ആയിരുന്ന വ്യക്തിക്കും ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റുവെന്നാണ്. ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയായി മാറിയിരുന്നു അന്ന് പേജർ പൊട്ടിത്തെറിച്ച് ഇറാൻ്റെ അംബാസഡർക്കും പരിക്കേറ്റ സംഭവം. അന്ന് 1500ഓളം വരുന്ന ഹിസ്ബുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ കുറേ നേതാക്കളും ഗുരുതരമായ പരിക്കേറ്റൽ പെടുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഒരുപാട് പേർ അവരുടെ കാഴ്ച നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇവരുടെ കാര്യം എന്ത് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ചൊന്നും തന്നെ ഹിസ്ബുള്ള ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. മാത്രമല്ല, ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിക്കുകയും കൂടി ചെയ്തതോടുകൂടി അവിടെ ഒരു നാഥനില കളരിയായി മാറുന്ന അവസ്ഥ സംജാതമാവുകയായിരുന്നു. തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ലെബനൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് പരാതി നൽകിയിരുന്നു. എങ്കിലും ഇത് സംബന്ധിച്ചും ഇതേവരെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടുമില്ല. രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കിയതായിരുന്നു ഈ ഒരു സ്ഫോടന സംഭവം. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം മറന്നേക്ക് പുറത്ത് വന്നിരിക്കുന്നത്, ഇസ്രായേൽ മന്ത്രിസഭയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ്. യോവ് ഗാലന്റും നെതന്യാഹുവും തമ്മിൽ പല മന്ത്രിസഭാ യോഗങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ നിരന്തരമായി ഏറ്റുമുട്ടൽ നടത്തിയിരുന്നതായി അന്ന് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചിരുന്നു. എങ്കിലും ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ യോവ് ഗാലന്റിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ പേജർ ആക്രമണത്തെ യോവ് ഗാലന്റ് എതിർത്തിരുന്നു എന്ന്. ഹിസ്ബുള്ള തീവ്രവാദികൾ ഒരു തരത്തിലുള്ള സന്ദേശങ്ങൾ, അതായത് മൊബൈൽ ഫോണോ മറ്റോ ഉപയോഗിച്ച് കൈമാറിയിരുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ ഇസ്രായേൽ പിടിച്ചെടുക്കും, അവരുടെ ചാരസംഘടനയായ മൊസാദ് അത്രയും ശക്തമാണ് എന്ന ധാരണയിൽ ഒന്നും തന്നെ ചെയ്യാതിരുന്ന ഘട്ടത്തിലാണ് അവർ ഇത്തരത്തിൽ പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ പേജറുകളെല്ലാം തന്നെ മൊസാദെ ആണ് അതിൻ്റെ കരാർ ഏർപ്പെടുത്തി കൊടുത്തത് എന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. പേജറുകൾ ലെബനനിൽ മാത്രമല്ല സിറിയയിലും പൊട്ടിത്തെറിച്ചിരുന്നു. അങ്ങനെ ഒരു തരത്തിലുമുള്ള ബന്ധം പുറം ലോകവുമായി ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ അന്ന് ഹിസ്ബുള്ള തകർന്ന് തരിപ്പണമായിരുന്നു. തൊട്ട് പിന്നാലെ ഹസൻ നസ്രുള്ളയെ കൂടി വധിച്ചതോടുകൂടി ഇക്കാര്യത്തിൽ പൂർണ്ണ വിജയം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഫലത്തിൽ ഇപ്പോൾ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെല്ലാം മേൽ തങ്ങൾ ആത്യന്തികമായ വിജയം നേടിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.